ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെഡിക്യൂറാണ്. അപ്പോൾ വീട്ടിൽ നമുക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പെഡിക്യൂർ പാക്കും എന്താ പറയുക ഒരു സ്ക്രബും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പെഡിക്യൂറാണ് നമ്മൾ കാട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് അതൊരു ഇങ്ങനത്തെ ഒരു ബേസിൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ടപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക. ഞാൻ എടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാലിന് പറ്റുന്ന രീതിയിലുള്ള ചൂടെടുക്കുക. എന്നാൽ അതിലും കുറഞ്ഞും പോകാൻ പാടില്ല, കൂടിപ്പോകാനും പാടില്ല. അതിലേക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക സാഷെ പാക്കറ്റിൻ്റെ ഷാമ്പു യൂസ് ചെയ്യുക. ഒരെണ്ണം ഫുള്ളങ്ങാട്ട് ഇടുക. അതിന് ഇച്ചിരി ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. അതും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കുക. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ഇളക്കി ഇടുമ്പോൾ ആ ചൂട് പോകരുത്. അപ്പോൾ ഞാനിപ്പോൾ കാലിൽ നോക്കിയപ്പോൾ തന്നെ എനിക്കെല്ലാം ചൂടുണ്ടായിരുന്നു, കാലിൽ കൊള്ളി. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ ഇട്ടപ്പോൾ ഓക്കെ ആയി. നമ്മൾ അവിടെ വെച്ച് തന്നെ ഒന്ന് കാലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സ്ക്രബ് ചെയ്യണമല്ലേ കാട്ട്. എൻ്റെ കാല് കണ്ടറിയാം ടാൻ അടിച്ചിരിക്കുവാണ്. സോ എന്താ പറയുക നല്ല രീതിയിലൊന്ന് കാലങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാലിലേക്ക് കുറച്ച് ഷാമ്പു ആഡ് ചെയ്യാം. അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ക്രബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗിക്കാത്തൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അതായാലും എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കുക ആ സ്ക്രബ് വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രബ് വെച്ച് നല്ല രീതിയിലൊന്ന് എല്ലായിടത്തും ഒന്ന് ആ ഷാമ്പു ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കാലും ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം നമുക്കൊന്ന്. ദെൻ നമുക്ക് ആ വെള്ളത്തിലേക്കൊന്ന് കാലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കാലങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടിക് ടാക് സ്ലൈഡ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ നെയിൽസിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടെങ്കിലും ഇത് വെച്ച് യൂസ് ചെയ്ത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. നമുക്ക് വേറെ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ നെയിൽ കട്ടേഴ്സ് യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ജസ്റ്റ് നമുക്ക് നമ്മുടെ വാം വാട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് കഴുകി കൊടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു സ്ക്രബാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ നമ്മൾ എടുക്കുക. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഷുഗറും 1 ടേബിൾ സ്പൂൺ ഷുഗറും സ്ക്യൂസ് ഓഫ് ലെമണും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മിക്സാണ് നമ്മൾ നമ്മുടെ കാലിൽ സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കിട്ടിയ ഈ ഒരു പേസ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ സ്ക്യൂസ് ചെയ്ത ലെമണിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ കാലിലിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യണം. നമ്മുടെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്യണം. 2 കാലും നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ആ പേസ്റ്റ് എടുത്ത് നമ്മുടെ കാലിൽ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊക്കെ ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ബാക്ക് ഇടാം. ഞാൻ നമ്മുടെ സ്ക്രബിൻ്റെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബ്രൈറ്റ്നസ് ഒന്ന് കാണാം കാലിൽ. നെക്സ്റ്റ് നമുക്കൊരു പാക്കിന് വേണ്ടി കുറച്ച് അരിപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും, നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ സാധാരണ കിട്ടുന്ന നാച്ചുറൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. അതിൻ്റെ ഒപ്പം കുറച്ച് സ്ക്യൂസ് ഓഫ് ലെമണും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ദെൻ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. നല്ല രീതിയിൽ പേസ്റ്റ് രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ദെൻ ഇത് നമുക്ക് നമ്മുടെ കാലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാനില്ല, അതുണ്ടായിരുന്നില്ല. സോ നമുക്ക് കൈ വെച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തോട്ടും നല്ല രീതിയിൽ മാസ്ക് പോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. എത്രമാത്രം വീഡിയോയിൽ നമ്മളിത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഇറ്റ് വാസ് അമേസിങ്. നല്ല രീതിയിൽ എനിക്ക് കാലിൽ ടാൻ ഉണ്ടായിരുന്നു. ആ ടാനൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, വീക്ക്ലി ഒരു മന്ത്ലി 2 ടൈംസ് ചെയ്ത് പക്കായിട്ട് പോകുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ഗായ്സ്.